ഹലോ. അപ്പോൾ ഇന്ന് വീട്ടിൽ അമ്മയില്ലായിരുന്നു. അപ്പം ഞാൻ എന്തെങ്കിലും ഉണ്ടാക്കിയാലേ എൻ്റെ വയറ്റിലേക്ക് എന്തെങ്കിലും പോകും. അപ്പോൾ ഫ്രിഡ്ജ് നോക്കിയപ്പോൾ കുറച്ച് മീനിരിക്കുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇതിനെ കൊണ്ട് നമുക്ക് വേഗം എന്തെങ്കിലും ഉണ്ടാക്കിയാലോ എന്ന് വിചാരിച്ചിട്ട് ഞാൻ വേഗം മീൻ കട്ട് ചെയ്ത് അത് ക്ലീൻ ചെയ്തതിന് ശേഷം കുറച്ച് മുളക് പൊടി ഇട്ട് പിന്നെ കുറച്ച് മഞ്ഞൾപ്പൊടി പിന്നെ ആവശ്യത്തിന് ഉപ്പും ഇട്ട് നല്ലോണം മിക്സ് ചെയ്ത് ഞാനിതിന്ന് പൊരിച്ചെടുക്കാനാണ് ചെയ്യുന്നത്. എന്നിട്ട് അതൊന്ന് ഉള്ളിയിലിട്ട് ഫ്രൈ ചെയ്ത് അടിപൊളി ടേസ്റ്റ്. ഇതുണ്ടെങ്കിൽ തന്നെ വേറെ ഒന്നും വേണ്ട ആവശ്യമില്ല. പിന്നെ അതിൽ നമുക്ക് ഉള്ളി വേണം, തക്കാളി വേണം, പച്ചമുളക്, കരിവേപ്പില അതൊക്കെ വേണം. പിന്നെ പാൻ വെച്ച് അതിൽ നേരെ നമ്മുടെ മീൻ വെച്ച് കുറച്ച് അധികം എണ്ണയൊന്നും യൂസ് ചെയ്യുന്നില്ല, കുറച്ച് എണ്ണയൊക്കെ യൂസ് ചെയ്തിട്ട് പൊരിക്കുകയാണ്. എനിക്ക് തിരക്കാൻ കൊണ്ട് ഞാൻ വേഗം പൊരിക്കാട് മുമ്പിട്ട് മറിച്ചിട്ടുകൊണ്ട് കറക്റ്റ് കിട്ടിയിട്ടില്ല, മീൻ നുറുകിപ്പോയി. പിന്നെ അതേ പാനിൽ തന്നെ നമുക്ക് ആവശ്യത്തിന് വെളിച്ചെണ്ണ വയ്ക്കുക. പിന്നെ നമ്മളെടുത്ത് വെച്ച ഉള്ളിയും തക്കാളിയും അതൊക്കെ ഇട്ടിട്ട് നല്ലോണം വഴറ്റിയെടുക്കും. ഈ ഒരു സംഭവം നമുക്കൊരു വേറൊരു കറിയും വേണ്ട, ഇത് മാത്രം മതി, കുറേ ചോറ് തിന്നാൻ പറ്റും. ഞാൻ അമ്മ ഒന്നും ഇല്ലാത്തപ്പോൾ ഞാൻ ഇങ്ങനത്തെ എന്തെങ്കിലും ഉണ്ടാക്കിയിട്ട് ഞാൻ ചോറ് തിന്നാം. അപ്പോൾ തക്കാളിയൊക്കെ ഇട്ട് നല്ലോണം വഴറ്റുക. അതിന് ശേഷം പച്ചമുളക് ഇടുക, പച്ചമുളക് ഇട്ട് നല്ലോണം വഴറ്റിയെടുക്കുക. പിന്നെ നമ്മൾ ഇഞ്ചിയും വെളുത്തുള്ളി ആകാണ്ട് അതൊക്കെ ഇടണം. പിന്നെ നമ്മൾ എരിവിനനുസരിച്ച് നമ്മൾ മുളക് പൊടി ഇടുക. മുളക് പൊടി മീനിൽ ഓൾറെഡി മുളക് ഇട്ടതാണല്ലോ, അപ്പോൾ അതിനനുസരിച്ച് നമ്മളിടുക. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും പിന്നെ കുറച്ച് ഗരം മസാലയും കൂടെ ഇടുക. പിന്നെ നമ്മൾ അതിൽ കുറച്ച് ഇതിടുന്നുണ്ട്, കുരുമുളക് പൊടി. ഇവിടെ പൊടിയില്ലാത്തതുകൊണ്ട് ഞാൻ കുരുമുളക് അരച്ചിട്ടായിരുന്നത്. എന്നിട്ട് അതും കൂടെ ഇട്ട ശേഷം ലാസ്റ്റ് നമ്മൾ മീനില്ലേ അത് ഇതിലേക്ക് ഇട്ട് നല്ലോണം മിക്സ് ചെയ്യുക. എന്നിട്ട് നല്ലോണം മസാല മീനിലേക്ക് പിടിച്ച ശേഷം നല്ലോണം ആക്കിയ ശേഷം അതിൽ കുറച്ച് മല്ലിച്ചപ്പും കൂടെ ഇട്ടാൽ നമ്മുടെ സംഭവം റെഡി. ഇതുണ്ടെങ്കിൽ തന്നെ നമുക്ക് ഒരു പറ ചോറ് തിന്നാൻ പറ്റും. ഞാനിങ്ങനെയാണ് വീട്ടിൽ ചെയ്യാറ്. അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട